സ്റ്റാർട്ട് ചെയ്താലോ? പോസ്റ്റ്മാൻ എല്ലാവരും ഡൗൺലോഡ് ചെയ്തോ? ചെയ്തു. പിന്നെ പോസ്റ്റ്മാൻ ഒന്ന് ഓപ്പൺ ചെയ്യാമോ? ഷെയർ ചെയ്യാമോ ആരെങ്കിലും സ്ക്രീൻ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. നമ്മള് API ടെസ്റ്റിങ്ങിന് മാനുവലി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്ക്രീനാണ്, ടൂളാണ് പോസ്റ്റ്മാൻ. ഓട്ടോമേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റെസ്റ്റ് അഷ്യൂർ. അപ്പോ നമുക്ക് പോസ്റ്റ്മാൻ നോക്കുന്നതിന് മുമ്പ് കുറച്ച് തിയറി പാർട്ടും കൂടെ നോക്കാനുണ്ട്. അതും കൂടെ നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. മാം ടോട്ടൽ ആണോ 3 hours എന്ന് പറഞ്ഞത്? മാം ഹലോ എന്തായിരുന്നു? മാം API ടോട്ടൽ ആണോ 3 hours എന്ന് പറഞ്ഞത്? എന്താ? API ടോട്ടൽ സെഷൻ ആണോ മാം 3 hours എന്ന് പറഞ്ഞത്? അതെ, നാളെയും കൂടെ ഉണ്ടാവുള്ളൂ. 3 days സെഷൻ ഉള്ളത്. നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമാണ് ഉള്ളത്. ലൈക്ക് ബേസിക് എന്താണ് API, പിന്നെ പോസ്റ്റ്മാൻ HTTP മെത്തേഡ്സ് കൊടുക്കുക, എന്തൊക്കെയാണ് വാലിഡേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് പാർട്ട് മാത്രമേ നമുക്കുള്ളൂ. 3 days കൊണ്ട് നമുക്ക് അത്രയല്ലേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിനി അടുത്തത് URL എന്താണെന്ന് നോക്കാം. URL അറിഞ്ഞിരിക്കണം, കാരണം നമ്മൾ HTTP മെത്തേഡ്സ് കൊടുക്കുമ്പോൾ നമ്മൾ URL കൊടുത്തിട്ടാണ് HTTP മെത്തേഡ്സ് നമ്മൾ കൊടുക്കുന്നത്. URL എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസോഴ്സിനെ ലൊക്കേറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് അഡ്രസ്സിനെയാണ് നമ്മൾ URL എന്ന് പറയാം. നമുക്കൊരു URL എടുക്കാം, എന്നിട്ട് അതിന്റെ പാർട്സ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ ഒരു പേജ് ഫൗണ്ട് ചെയ്ത ഒരു URL ആണ്. ഇതിനകത്ത് HTTPS എന്ന് പറയുന്നതാണ് ഇതിന്റെ പ്രോട്ടോകോൾ. ബാക്കി ഈ request.in എന്നുള്ളതാണ് ഇതിന്റെ ഡൊമൈൻ. ഇത് നമ്മൾ യൂഷ്വലി കൊടുക്കുന്നത് ഇങ്ങനത്തെ URLs ആയിരിക്കും. ഇത് പ്രോട്ടോകോൾ, ഈ .com വരെയുള്ള പാർട്ട് ഡൊമൈൻ. ഇത് കഴിഞ്ഞിട്ട് ഈ യൂസേഴ്സ് എന്ന് പറയുന്നത് വണ്ണെന്ന് ഇങ്ങനെ കൊടുത്തേക്കുന്നത് പാത്ത് പാരാമീറ്റർ ആണ്. ഈ ഒരു പാർട്ടിനെ പാത്ത് പാരാമീറ്റർ എന്നാ പറയുന്നത്. ഈ ഈ ഒരു ഭാഗത്ത് പാത്ത് പാരാമീറ്ററും വരാം, ക്വറി പാരാമീറ്ററും വരാം. ഇങ്ങനെ ഒരു URLന്റെ സിന്റാക്സ് വരാം. ഹോസ്റ്റ് വരും. ഹോസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഡൊമൈനും ഈ പ്രോട്ടോകോളും കൂടിയതാണ് ഹോസ്റ്റ്. ഹോസ്റ്റ് വരും, പാത്ത് പാരാമീറ്റേഴ്സ് വരും. ചിലപ്പോൾ പാത്ത് പാരാമീറ്റേഴ്സും ക്വറി പാരാമീറ്റേഴ്സും വരും, അല്ലെങ്കിൽ പാത്ത് പാരാമീറ്റർ ഓർ ക്വറി പാരാമീറ്റർ വരും. ഈ ക്വറി പാരാമീറ്റർ, പാത്ത് പാരാമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് പോയിന്റ് എന്നാ പറയാ. ഒരു റിസോഴ്സ് എവിടെയാണ് ആക്ച്വലി ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ പാത്ത് പാരാമീറ്ററും ക്വറി പാരാമീറ്റർ. എന്ന് വെച്ചാൽ ഈ ഒരു ഡൊമൈനിന്റെ അകത്ത്, ഈ ഫോൾഡറിന്റെ അകത്ത് ഇന്ന സാധനം ഫെച്ച് ചെയ്തെടുക്കുക എന്നുള്ള ഒരു കംപ്ലീറ്റ് അഡ്രസ് ആണ് പറഞ്ഞേക്കുന്നത്. ഇതിപ്പോ പാത്ത് പാരാമീറ്റർ ആണ് കൊടുത്തേക്കുന്നത്. ഇനി ക്വറി പാരാമീറ്റർ വരുന്നത് ഒരു URL കാണിച്ചു തരാം.
ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ട് വരുന്ന പാർട്ടിനെയാണ് ക്വറി പാരാമീറ്റർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇപ്പോ പ്രോട്ടോകോൾ ഉണ്ട്, ഡൊമൈൻ ഉണ്ട്. ഡൊമൈൻ ഈ റിക്വസ്റ്റ് ഡോട്ട് എന്ന് പറഞ്ഞതാണ് ഡൊമൈൻ. ഈ API കളക്ഷൻസ് എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ അകത്തുള്ള ഫോൾഡേഴ്സ് ആണ്. ഇത് പാത്ത് പാരാമീറ്റർ. ഈ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ടുള്ളത് ക്വറി പാരാമീറ്റർ. ഓക്കെ. ഇപ്പൊ URL നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾക്ക് ഡെവലപ്പേഴ്സ് ഐഡിയിൽ നിന്ന് ഒരു സ്വാഗർ ഡോക്യുമെന്റ് തരും. ആ സ്വാഗർ ഡോക്യുമെന്റിൽ നമ്മുടെ API ടെസ്റ്റ് ചെയ്യാനുള്ള URL-ഉം എന്തൊക്കെയാണ് നമുക്ക് കൊടുക്കേണ്ട വാല്യൂസ്, ആ വാല്യൂസിന് എന്തൊക്കെ വാല്യൂസ് ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ URL പാർട്ടൊക്കെ നമുക്ക് അതിൽ നിന്ന് ഫെച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് പേലോഡ് എന്താന്ന് നോക്കാം. പേലോഡ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഡാറ്റേനെയാണ് പേലോഡ് എന്ന് പറയാം. രണ്ട് ടൈപ്പ് പേലോഡ് ഉണ്ട്. റിക്വസ്റ്റ് പേലോഡും ഉണ്ട്, റെസ്പോൺസ് പേലോഡും ഉണ്ട്. ഇതില് നമ്മളൊരു റിക്വസ്റ്റ് പാസ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ഡാറ്റ നമുക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ, ഒരു റിക്വസ്റ്റ് പാസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ഡാറ്റ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ ഈ റിക്വസ്റ്റ് പേലോഡിലാണ് കൊടുക്കുക. നമുക്ക് തിരിച്ച് കിട്ടുന്ന റെസ്പോൺസിലുള്ള ഡാറ്റേനെയാണ് നമ്മൾ റെസ്പോൺസ് പേലോഡ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ പോസ്റ്റ് പറഞ്ഞു, 4 HTTP മെത്തേഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്: പുട്ട്, ഗെറ്റ്, പോസ്റ്റ്, ഡിലീറ്റ്. അപ്പൊ അതിനകത്ത് പോസ്റ്റ് എന്ന് പറയുമ്പോൾ പുതിയൊരു ഡാറ്റ കൊടുക്കുകയാണ് ഡാറ്റാബേസിലോട്ട്. അപ്പൊ നമുക്ക് ആ ഡാറ്റ പറഞ്ഞു കൊടുക്കണം അല്ലെ? അപ്പൊ ആ ഡാറ്റ റിക്വസ്റ്റ് പേലോഡിലാണ് കൊടുക്കുക. റെസ്പോൺസ് പേലോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റിന് തിരിച്ച് നമുക്കൊരു റെസ്പോൺസ് റിസീവ് ചെയ്യില്ലേ, അപ്പൊ അതിന്റെ കൂടെ കിട്ടുന്ന ഡാറ്റേനെയാണ് റെസ്പോൺസ് പേലോഡ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ് ആണെങ്കിൽ, ഫ്ലൈറ്റ് ബുക്കിംഗ് ആണെങ്കിൽ നെയിം, സോഴ്സ്, ഡീറ്റെയിൽസ്, ഇതൊക്കെയാണ് റിക്വസ്റ്റ് പേലോഡിൽ വരിക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്ന ഫ്ലൈറ്റിന്റെ പേര്, സീറ്റ് അവൈലബിലിറ്റി, ഡേറ്റ് അവൈലബിൾ, ഇതൊക്കെയാണ് റെസ്പോൺസ് പേലോഡിലുള്ളത്. ക്ലിയർ ആണോ? ഇനി റിക്വസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ, പോസ്റ്റ്മാനിൽ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ഈ റിക്വസ്റ്റ് പേലോഡും റെസ്പോൺസ് പേലോഡും കൊടുക്കണം. ഓക്കെ ആണോ? നമുക്ക് ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കൊരു ഡെമോ API സൈറ്റിൽ കയറിയിട്ട് പോസ്റ്റ്മാനിന് മുമ്പ് ഈ പോസ്റ്റും പുട്ടൊക്കെ കൊടുക്കുമ്പോ എന്താണ് ഔട്ട്പുട്ട് വരുന്നതെന്ന് നോക്കാം. സൈറ്റ് കിട്ടുമോ നോക്കട്ടെ, വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. കുറെ ഡെമോ API വെബ്സൈറ്റ്സ് ഉണ്ട്, നമുക്ക് അതിൽ കയറിയിട്ട് HTTP മെത്തേഡ്സ് കൊടുത്ത് നോക്കാൻ പറ്റും. ഈ റിക്വസ്റ്റ് ഡോട്ട് ഇൻ പക്ഷെ ഒത്തന്റിക്കേഷൻ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഗെറ്റ് മെത്തേഡ് ഇല്ലേ, HTTP മെത്തേഡ്, ഗെറ്റ് മെത്തേഡ് നമുക്ക് ബ്രൗസറിൽ കൂടെ ചെയ്യാൻ പറ്റും. പോസ്റ്റും പുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ടൂൾ ഉപയോഗിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പോസ്റ്റിലും പുട്ടിലും നമുക്ക് ഡാറ്റ അങ്ങോട്ട് കൊടുക്കണം, ഡിലീറ്റും. ഗെറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും.
ട്രയൽ തീർന്നു. വേറെ ഏതെങ്കിലും വെബ്സൈറ്റ് ഉണ്ടോ നോക്കട്ടെ. ഒരു കാര്യം ചെയ്യാം, പോസ്റ്റ്മാനെ തന്നെ ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് പോസ്റ്റ്മാൻ സെറ്റപ്പ് ചെയ്യാം. പോസ്റ്റ്മാൻ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തായിരുന്നോ? ചെയ്തായിരുന്നോ? ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ചെയ്തു. ചെയ്തു. Okay. ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല അല്ലേ? എന്നാല് ഉം. ബ്രൗസറിൽ പോയിട്ട് ഡൗൺലോഡ് പോസ്റ്റ്മാൻ കൊടുക്കുക. മാം ഞാന് മൊബൈൽ വഴിയാണ് കയറിയിരിക്കുന്നത്. കേറിയിരിക്കുന്നത്. അപ്പൊ കുഴപ്പമില്ല, കണ്ടിട്ട് പിന്നെ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ മാം. ഞാൻ റെക്കോർഡിംഗ് സെഷൻ ഇടാം, അപ്പൊ കണ്ടിട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ആദ്യം നമുക്ക് പോസ്റ്റ്മാനിൽ കയറുമ്പോ നമ്മൾ ഇതേപോലെ ഡൗൺലോഡ് ചെയ്യുക, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ജിമെയിൽ ഐ ഡി വെച്ച് പാസ്വേഡും ഇതൊക്കെ കൊടുക്കുക. അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാ. ഫസ്റ്റ് നമുക്ക് പോസ്റ്റ്മാനിൽ കയറിയാൽ ചെയ്യേണ്ട കാര്യം ഒരു വർക്ക് സ്പേസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വർക്ക് സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്തൊക്കെ പോസ്റ്റ്മാനിൽ ചെയ്യണോ അതൊക്കെ ഈ വർക്ക് സ്പേസിലാണ് സ്റ്റോർ ആവുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ, ടെസ്റ്റ് കേസ്, അങ്ങനെ എന്ത് നമ്മൾ പോസ്റ്റ്മാനിൽ ചെയ്താലും അത് ഈ വർക്ക് സ്പേസിലാണ് പോയിട്ട് സേവ് ആവാം. വർക്ക് സ്പേസ് ആദ്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഓൾറെഡി ഒരു വർക്ക് സ്പേസ് കുറെ വർക്ക് സ്പേസ് ഉണ്ട് എനിക്ക്. ഇനി ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെ വർക്ക് സ്പേസിന്റെ സ്ഥലത്ത് പോയിട്ട് ക്രിയേറ്റ് കൊടുക്കുക. വർക്ക് സ്പേസിന് ഒരു പേര് കൊടുക്കുക. ഇവിടെ ഇന്റേണൽ കൊടുക്കുക. ക്രിയേറ്റ് വർക്ക് സ്പേസ് കൊടുക്കുക. വർക്ക് സ്പേസ് കൊടുത്തു കഴിഞ്ഞിട്ട് പറയാമോ? വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്തോ എല്ലാവരും? ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്യുവാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇല്ല മാം, ചെയ്യുന്നല്ലോ. സ്ക്രീൻ ഷെയർ ചെയ്യാമോ ആരെങ്കിലും എന്നാ? അതിന്റെ അകത്ത് പറഞ്ഞുതരാം. കാരണം ചിലപ്പോ നിങ്ങൾ ഇന്നലെ കയറ്റിയതല്ലേ, അപ്പൊ അതിന്റെ ഇന്റർഫേസിൽ ചിലപ്പോ വ്യത്യാസം ഉണ്ടാവും. ഞാൻ പണ്ട് കയറ്റിയ പോസ്റ്റ്മാനാ, പണ്ട് റീസെന്റ് ആണ്, എന്നാലും ചിലപ്പോ ഇന്റർഫേസിൽ കുറച്ച് വ്യത്യാസം ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടായാലോ. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഇങ്ങനെ വരുന്നത്. ഒരു സെക്കൻഡ് മാം, ഞാൻ സ്റ്റോപ്പ് ചെയ്യണോ? ഞാൻ സ്റ്റോപ്പ് ചെയ്യട്ടെ, പോളിംഗ് ഷെയർ ചെയ്തു. അല്ല, എനിക്ക് ഇങ്ങനെ വരുന്നത്. എന്താ പോളിന്റെ ഇതാവാത്തെ? എനിക്ക് ഇങ്ങനെ വരുന്നത്. ബിഗ് സ്ക്രീൻ ആവാത്തെ? കാണാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും, അല്ലെങ്കിൽ ചെറുതായിട്ടല്ലേ കാണാൻ പറ്റുന്നത്? എനിക്ക് കിട്ടുന്നതല്ല. ഒന്നുകൂടെ കട്ട് ചെയ്തിട്ടൊന്ന് ഷെയർ ചെയ്യാമോ അപ്പോൾ? ആ
മാം ഈ ഓതറൈസേഷൻ ടോക്കൺ ചോദിക്കോ? ആയിരുന്നു ഓതറൈസേഷൻ ടോക്കൺ എങ്ങാനും ചോദിക്കോ ലോഗിൻ ചെയ്യാൻ? ഓതറൈസേഷൻ ടോക്കൺ എനിക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടേ ഓതറൈസേഷൻ ടോക്കൺ ചോദിക്കുന്നുണ്ട്. എന്തില് പോസ്റ്റ്മാനിലോ? അതെ. ഇത് പോളിനാണോ പറയുന്നത് അല്ലെങ്കിൽ നീതു ആണോ? അല്ല അല്ല, നീതു. അങ്ങനെ വരെ വഴിയില്ലല്ലോ. പോസ്റ്റ്മാന് പ്രത്യേകിച്ച് ഓതറൈസേഷൻ ടോക്കൺ ഒന്നുമില്ല. വല്ല ഗൂഗിൾ ജിമെയിൽ ഐഡിയുടെ പാസ്വേഡ് വല്ലതായിരിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഓപ്പൺ ഇറ്റ് മാനുവലി കൊടുത്തിട്ടുണ്ട്, അപ്പോഴാണ് ഇങ്ങനെ വരണേ. ആണോ? പിന്നെ അഗെയിൻ നമ്മളുടെ മെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട്. അത് നോക്കാവേ. എന്നാ ഓക്കെ പോളിംഗ് ഓക്കെ. സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്തേടാ. നീതു ഒന്ന് ഷെയർ ചെയ്തേ. ഡൗൺലോഡ് ചെയ്തില്ലേ? ഡൗൺലോഡ് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തു, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, ജിമെയിൽ യൂസ് ചെയ്ത് ലോഗിൻ ചെയ്തു. പാസ്വേഡ് സേവ് ചെയ്തില്ലായിരുന്നോ? ഒരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നോ? പാസ്വേഡ് ജിമെയിൽ അക്കൗണ്ടും പാസ്വേഡും ഞാൻ കൊടുത്തു. ഇതെന്താ കാണിക്കുന്നത്? If the browser has it open postman for you, open it manually, copy URL. അത് ആപ്പ് ഡൗൺലോഡ് ചെയ്തതല്ലേ? ഡൗൺലോഡ് ചെയ്താണ് ആപ്പ്. ഇത് ഈ സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ കൊടുത്തേടാ താഴെ. ഇത് തൊട്ടെ. കണ്ടിന്യൂ എടുത്തോ. Even hangover is valid. ഇതൊന്നും കൂടെ റീഫ്രഷ് ചെയ്തേ, എന്നിട്ട് റീലോഡ് ചെയ്തേ. അഗെയിൻ ചെയ്ത് നോക്കണോ? ഈ സൈറ്റ് ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടെ ഡൗൺലോഡ് ചെയ്തതൊന്ന് ഓപ്പൺ ചെയ്തിടാ. ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ട്. ഓക്കെ. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുത്തേ. ഇൻസ്റ്റാളേഷൻ ഹാസ് ബീൻഡ്. എന്നാ ഇതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ഇൻസ്റ്റാൾ ചെയ്യാം നമുക്ക്. ചിലപ്പോ അതിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഇതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഞാൻ സ്റ്റോപ്പ് ചെയ്യട്ടെ? വേണ്ട. ആരാ വേണ്ട. ആരാ അല്ല, സ്റ്റോപ്പ് നീതു ആണ് ചോദിച്ചത്. അല്ല, ഞാൻ സ്റ്റോപ്പ് ചെയ്യണമെന്ന് ചോദിച്ചത്. വേണ്ട ചെയ്തോ. ഓക്കെ. ലജിത എന്താ ചോദിച്ചേ? ഇല്ല, ഞാനൊന്നും ചോദിച്ചില്ല മാം. ചോദിച്ചില്ല അല്ലേ? ഓക്കെ. ഗൂഗിൾ എടുത്തിട്ട് പോസ്റ്റ്മാൻ ഡൗൺലോഡ് കൊടുക്കും. അത് ഡിലീറ്റ് ആയില്ലായിരുന്നേ. ക്യാൻസൽ തന്നെ അല്ലേ? വീണ്ടും ട്രൈ ചെയ്യണ്ടല്ലോ. വേണ്ട ക്യാൻസൽ എടുത്തോ. ഡിലീറ്റ് ആവണില്ലേ? ഇല്ല, വീണ്ടും ഇതിന്ന് വിൻഡോസ് 64 ബിറ്റ് അല്ലേ എടുത്തത്? അതെ. പോസ്റ്റ്മാൻ മെയിൽ വന്നു. മെയിലിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്തത്. 64
ചുമ്മാ പോസ്റ്റ്മാൻ ഡൗൺലോഡ് ഒന്ന് കൊടുത്തേ ബ്രൗസറിൽ കയറിയിട്ട്. ഫസ്റ്റ് വൺ ചെയ്യട്ടെ. യെസ്. $64 അല്ലേ? യെസ്. ഇത് ബ്ലോക്ക് ചെയ്യട്ടെ മേ. അത് നോക്കട്ടെ, കുഴപ്പമില്ല. ഇതിപ്പോ എന്താ പോസ്റ്റ്മാൻ ഓപ്പൺ ആയി വന്നതാ? ഇങ്ങനെയാണ് റീഡയറക്ട് ചെയ്തത്. എന്നിട്ട് ക്ലോസ് ചെയ്തിട്ട് ഡൗൺലോഡ്സ് പോയിട്ട് അതൊന്ന് ഓപ്പൺ ആക്കാൻ നോക്കിക്കേ. ഇത് കഴിഞ്ഞാൽ ഓപ്പൺ ആക്കണല്ലോ. ഇത് പ്രീവിയസ്ലി നമ്മൾ ചെയ്തതാണ്. വേറെ ഡൗൺലോഡ്സിൽ ഡൗൺലോഡ് ആവില്ല കാരണം എനിക്ക് ഇന്നലെ എങ്ങനെയായിരുന്നു. ബ്രൗസറിൽ നമുക്ക് പോസ്റ്റ്മാൻ ചെയ്യാം, പക്ഷെ ബ്രൗസറിൽ ചെയ്യുമ്പോൾ ഓരോ തവണ നമ്മളത് ചെയ്യേണ്ടി വരും, എടുക്കേണ്ടി വരും. എനിക്കും നോർമലി റീഡയറക്ട് ചെയ്ത് ഇങ്ങനെ വന്ന ഡൗൺലോഡ് ചെയ്ത് വന്നില്ലായിരുന്നു. ആണോ? വേറെ എല്ലാവർക്കും ഇങ്ങനെ തന്നെയാ? അല്ല, എനിക്ക് ഇങ്ങനെ വന്നിട്ട് ഓപ്പൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവണ്ടല്ലോ. സൈൻ അപ്പ് ഫോർ ഫ്രീ അല്ലേ? അതെ അതെ. നേരത്തെ റിപ്പീറ്റേഷൻ ആണ്. പക്ഷെ നമ്മൾ ജിമെയിൽ ഐഡി കൊടുത്ത് ലോഗിൻ ചെയ്യേണ്ട വേണം തോന്നുന്നു. ഒന്നുകൂടെ കൊടുത്തേ, ഈ ലോഗിൻ വിത്ത് ജിമെയിൽ അല്ലെങ്കിൽ സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ, എന്നിട്ട് പാസ്വേഡ് സേവ് ചെയ്തേ. ഒരു പാസ്വേഡ് കൊടുത്തിട്ട് ക്രിയേറ്റ് ഫ്രീ അക്കൗണ്ട് കൊടുത്തേ. മറന്നുപോകും ചിലപ്പോ. എവിടെയെങ്കിലും പാസ്വേഡ് ഒന്ന് നോട്ട് പാഡിൽ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചോ. അല്ലെങ്കിൽ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുത്താൽ പോലെ പാസ്വേഡ് കൊടുക്കണം. എന്തായിരുന്നു? സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ കൊടുത്താൽ പോലെ. സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ കൊടുത്താൽ മതി. ഇതിപ്പോ ഇങ്ങനെ കൊടുത്തത് കൊണ്ട് അങ്ങനെ കൊടുത്തുള്ളൂ. അല്ല, നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കിയതാണത്. സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ ചെയ്ത് നോക്കിയതല്ലേ? നോക്കിയതാണ്. നോക്കിയപ്പോ അത് ശരിയായില്ലല്ലോ. ചിലപ്പോ ഈ പ്രാവശ്യം ശരിയാവും. രണ്ടും കൊടുക്കാം. ആൻ അക്കൗണ്ട് വിത്ത് ഓൾറെഡി സൈൻ ഇൻ കൊടുത്തടാ. പോന്നില്ലേ? ഇവിടെ നമ്മൾ അലോ ചെയ്യണ്ടല്ലോ. അലോ ചെയ്തോ? കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ ഇതിപ്പോ നമുക്ക് അതിൽ നിന്ന് ക്രിയേറ്റ് ആയതല്ലേ നമ്മളുടെ ആപ്പിൽ. ഇനിയിപ്പോ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് നമുക്കൊരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. ഈ വർക്ക് സ്പേസിന്റെ താഴെ വർക്ക് സ്പേസ് എന്ന് എഴുതിയേക്കുന്നുണ്ടോ? വർക്ക് സ്പേസസ്
വർക്ക് സ്പേസ് കൊടുത്താലാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഉം. വർക്ക് സ്പേസിന്റെ താഴോട്ടുള്ള ഒരു സ്ക്രോൾ ഡൗൺ ഒന്ന് കൊടുത്തേ. സ്ക്രോൾ ഡൗൺ ഓക്കെ ഓക്കെ. ഇവിടെ അല്ലേ? എടാ മുകളില് വർക്ക് സ്പേസ് ഉണ്ടോ? ആ മുകളില് വർക്ക് സ്പേസസ് ഉണ്ടോ? ക്രിയേറ്റ് ടീമിന്റെ ഓക്കെ. അല്ലെങ്കിൽ Create ഇവിടെ അവിടെ ക്രിയേറ്റ് വർക്ക് സ്പേസ് കൊടുത്താൽ മതി. ഒരു വർക്ക് സ്പേസിന് ഒരു നെയിം കൊടുക്കുക. API ന്ന് കൊടുക്കാം. API ടെസ്റ്റിംഗിനോ എന്തെങ്കിലും കൊടുക്കും. ഇനി ഇന്റേണൽ കൊടുക്കുക അല്ലെങ്കിൽ പബ്ലിക് കൊടുക്കാം. ഇന്റേണൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടീം മെമ്പേഴ്സ് ആയിട്ട് മാത്രം, അല്ലെങ്കിൽ പബ്ലിക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും പബ്ലിക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലേ? ഇല്ല. കുഴപ്പമില്ല, ഇന്റേണൽ കൊടുത്താൽ മതി. വേർഷൻ ആയിരിക്കും ചിലപ്പോൾ. ഇനി ക്രിയേറ്റ് വർക്ക് സ്പേസ് കൊടുക്കുക. ഇനി നമുക്ക് ഈ വർക്ക് സ്പേസിൽ നമുക്ക് റീനെയിം ചെയ്യാനൊക്കെ പറ്റും. എന്താ ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യുന്നത്? ടീമിന്റെ സെറ്റപ്പാ പറയുന്നത്. നെക്സ്റ്റ് എടുത്തോ. എന്താ പറഞ്ഞപ്പോ പുതിയ UI ആയിരിക്കും ഇത്. കുറച്ച് വ്യത്യാസം ഉണ്ടാവും. എന്തെങ്കിലും ടീമിന്റെ പേര് കൊടുത്തിട്ട് കൺഫേം കൊടുത്തോ. API ടീം നോക്കാം. ഏതെങ്കിലും ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കൺഫേം കൊടുത്തു. ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്തു. വർക്ക് സ്പേസിനെ ഇനി റീനെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താ പിന്നെ റീഡയറക്ട് ചെയ്തോ. API ടെസ്റ്റിംഗ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്തു. പുതിയ വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ API ടെസ്റ്റിംഗിന്റെ താഴോട്ട് ഒരു ആരോ ഉണ്ടോ? മുകളില് ടോപ്പ് ലെഫ്റ്റ് കോർണർ താഴോട്ട് കൊടുത്ത് അത് കൊടുത്ത് അതില് ക്രിയേറ്റ് കണ്ടോ? മുകളില് അത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ വർക്ക് സ്പേസ് ക്രിയേറ്റ് ആവും. ഇനി API ടെസ്റ്റിംഗ് ഒന്ന് വർക്ക് സ്പേസ് എടുത്തേ. ബാക്ക് പോയിട്ട് ഏതെടുക്കാനാ മാം പറഞ്ഞ? API ടെസ്റ്റിംഗിന്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തടാ. API ടെസ്റ്റിംഗ് ആയി. API ടെസ്റ്റിംഗ് റീനെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ നെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് കൊടുത്താൽ മതി. API ടെസ്റ്റിംഗിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിക്കേ. അതിനകത്ത് ഓപ്ഷൻസ് ഇല്ല. അതല്ല, അതിന്റെ UI-യിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവും. API ടെസ്റ്റിംഗിന്റെ അവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തേ. ഇനി API ടെസ്റ്റിംഗ് ഒന്ന് ആ പേരിന്റെ അവിടെ ക്ലിക്ക് ചെയ്തേ. എന്നിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്തേ. അത്രേ വരുന്നുള്ളൂ അല്ലേ? നമുക്കത് നോക്കാം. ഇനി നമുക്ക് അടുത്തത് ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യലാണ്. കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോൾഡർ ആണ്. നമുക്ക് ഈ നമ്മുടെ ടെസ്റ്റ് കേസസും HTTP റിക്വസ്റ്റ് ഒക്കെ ഈ വർക്ക് സ്പേസിന്റെ അകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു വർക്ക് സ്പേസിന്റെ അകത്ത് n നമ്പർ ഓഫ് HTTP റിക്വസ്റ്റ് കൊടുക്കാം. ഒരു വർക്ക് സ്പേസിന്റെ അകത്ത് n നമ്പർ ഓഫ് കളക്ഷൻസും കൊടുക്കാം. ഓക്കെ, നമുക്കൊരു കളക്ഷന്റെ അകത്ത് ഇഷ്ടംപോലെ ഓപ്പറേഷൻസ് ചെയ്യാം. കളക്ഷനെ നമുക്ക് റീനെയിം ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. കളക്ഷൻ്റെ അകത്ത് നമുക്ക് എത്ര HTTP റിക്വസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. നമുക്കൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കളക്ഷന്റെ താഴെ ക്രിയേറ്റ് കണ്ടോ, അത് കൊടുത്തിട്ട് ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. കളക്ഷൻ ഒരു പേര് കൊടുത്തോ. ന്യൂ കളക്ഷൻ മാറ്റിയിട്ട് ഒരു പേര് കൊടുക്കുക.
കളക്ഷൻ 1 എന്നോ എന്തെങ്കിലും കൊടുക്കുക. ഇത് പോസ്റ്റ്മാനിലെ സെക്കൻഡ് ഇമ്പോർട്ടന്റ് എൻറ്റിറ്റി ആണ്. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് എൻറ്റിറ്റി നമ്മൾ വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് സെക്കൻഡ് ഇമ്പോർട്ടന്റ് എൻറ്റിറ്റി ആണ് ഈ കളക്ഷൻ. ഓക്കെ, ഇനി എന്നിട്ട് കളക്ഷൻ 1 എന്ന് പേര് കൊടുത്തു. ഇനി ഈ കളക്ഷന്റെ അകത്ത് നമുക്ക് എത്ര റിക്വസ്റ്റ് വേണേലും കൊടുക്കാം. ഒരു ആഡ് റിക്വസ്റ്റ് കൊടുക്കാം. ആഡ് റിക്വസ്റ്റ് കണ്ടോ താഴെ ലെഫ്റ്റില്? ലെഫ്റ്റില് ഇതിൽ നമുക്ക് കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുക. ഇതിൽ നമ്മൾക്ക് ഈ ഗെറ്റിന്റെ താഴോട്ടുള്ള ഒരു ആരോ ഉണ്ടോ? അതിൽ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട്. പുട്ട് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, ക്യാച്ച് ചെയ്യാം, അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ റിക്വസ്റ്റ് ഉണ്ട്. ഇനി നമ്മൾ ഇവിടെ URL എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗെറ്റ് കിട്ടും. ഗെറ്റിന്റെ കൂടെ നമുക്കൊന്നും കൊടുക്കണ്ട. ഏത് സ്ഥലത്ത് ഏത് സാധനമാണ് ഗെറ്റ് ചെയ്യേണ്ടതെന്ന് മാത്രം കൊടുത്താൽ മതി. ഏതെങ്കിലും സ്പെസിഫിക് റിസോഴ്സ് നമുക്ക് ഒരു സിംഗിൾ യൂസറിനെ ഗെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മൊത്തം റിസോഴ്സും ഗെറ്റ് ചെയ്യാം. അങ്ങനെയല്ലേ? നമുക്ക് ഒരു URL ഞാൻ എടുത്തിട്ട് തരാം. തൽക്കാലം ഇപ്പൊ നമുക്ക് ഡെമോ API സൈറ്റിന്റെ URL കൊടുത്ത് പുട്ടും പോസ്റ്റും ഡിലീറ്റ് ഒക്കെ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡെമോ API ബിൽഡ് ചെയ്ത് അതിന് ഈ ഓപ്പറേഷൻസ് ചെയ്യാം. അത്രയും നമ്മളിപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഈ സെഷനിൽ. ഈ സെഷൻ എന്ന് വെച്ചാൽ മൊത്തം എൻ്റെ സെഷനിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാ ചെയ്യാം. മാം ചാറ്റിലിടാണോ ചെയ്യണേ? ആടാ, ചാറ്റിലിടാം. ഒന്ന് എടുക്കട്ടെ. ഞാൻ എൻ്റെ ക്ലിപ്സ് ഒന്ന് ഓപ്പൺ ചെയ്തോട്ടെ. ചാറ്റിൽ ഞാൻ ഇത് ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഈ ലിങ്ക് കൊണ്ടുവന്ന് അവിടുത്തെ URLന്റെ അവിടെ പേസ്റ്റ് ചെയ്യാം. മാം ഞാൻ ആഡ് കളക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ഈ പേജ് വരുന്നില്ലേ ഇങ്ങനത്തെ? എന്താടാ? ആഡ് കളക്ഷൻ കൊടുത്തു, ആഡ് റിക്വസ്റ്റ് എന്ന ഓപ്ഷനേ വന്നോളൂ, പക്ഷെ ഇങ്ങനെ ഒരു പേജ് വരുന്നില്ല എനിക്ക്. ആണോ? എന്നാ ഒന്ന് ഷെയർ ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്തേടാ. എന്നിട്ട് ലജിത ഒന്ന് ഷെയർ ചെയ്തേ. ആ കളക്ഷന്റെ അവിടെ 3 ഡോട്ട്സ് ഉണ്ടോ? അതില് കളക്ഷനിലാണായിട്ട് ഇവിടെ ഈ ന്യൂ പ്രസ് ചെയ്തടാ. എവിടെയാണ് മാം? മുകളില്. വേണ്ട വേണ്ട, അതെ ആഡ് റിക്വസ്റ്റ് ഉണ്ട് ഇതിനകത്ത് ഓപ്ഷൻ. റിക്വസ്റ്റ് നെയിം ഒന്ന് കൊടുത്തേ, ഗെറ്റ് റിക്വസ്റ്റ് എന്നോ. ചിലപ്പോ ഇതിന്റെ ഇന്റർഫേസ് വേറെ ആയിട്ടായിരിക്കും. സേവ് ടു കളക്ഷൻ 1 കൊടുത്തേ. ഇതൊന്ന് ക്ലോസ് ചെയ്തേടാ, ഈ കളക്ഷൻ 1 എന്ന് പറഞ്ഞ സാധനം. അല്ലാതെ ഇങ്ങനെ ഇവിടെ പ്ലസ് കൊടുക്കുമ്പോഴത്തേക്ക് ഈ പേജ് വരുന്നു. വന്നല്ലോ. ഇനി ഇവിടെ ഗെറ്റ് റിക്വസ്റ്റ് വന്നു.
ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ആ URL എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്തേ. സെൻഡ് കൊടുക്കുക. ഇനി താഴോട്ട് ആ റെസ്പോൺസ് ബോഡി നോക്കിയേ. അത്രേ ഉള്ളോ? കുറയില്ലേ? ഈ വന്നേക്കുന്ന ഡാറ്റയാണ് റെസ്പോൺസ് പേലോഡ്. നമ്മൾ എന്തൊക്കെയാണ് വാലിഡേറ്റ് ചെയ്യുന്നത് API ടെസ്റ്റിംഗിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ സ്റ്റാറ്റസ് കോഡ് 200 എന്ന് വന്നിട്ടുണ്ടാവും. അപ്പോ 200 സ്റ്റാറ്റസ് കോഡ് വരുന്നത് സ്റ്റാറ്റസ് കോഡ് പാസ് ആണ്, റിക്വസ്റ്റ് പ്രോപ്പർ ആയിട്ട് പാസ് ആയി എന്നുള്ളതാണ് 200 ഓക്കെ വന്നിരിക്കുന്നത്. ടൈം വന്നിട്ടുണ്ട് 226 മില്ലി സെക്കൻഡ്. പിന്നെ ഇതിനകത്ത് റിക്വസ്റ്റ് ബോഡി റെസ്പോൺസ് ബോഡി വന്നേക്കുന്നുണ്ടോ അത്. പിന്നെ കുക്കീസ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഉണ്ടോ. ചില സമയത്ത് നമുക്ക് ഇവിടെ കുക്കീസ് അവൈലബിൾ ആയിരിക്കും, മിക്ക റിക്വസ്റ്റിലും ഉണ്ടാവില്ല, ചിലതിലും ഉണ്ടാവും. കുക്കീസ് ഉണ്ടെങ്കിൽ കുക്കീസ് വാലിഡേറ്റ് ചെയ്യും. ഹെഡേഴ്സ് പാർട്ടില് നമ്മൾ തന്നേക്കുന്ന റെസ്പോൺസിന്റെ കുറെ ഫീച്ചേഴ്സ് ഉണ്ടാവും. ഈ റെസ്പോൺസ് നമ്മൾ വാലിഡേറ്റ് ചെയ്യും. ഈ ടെസ്റ്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് കണ്ടോ. ഇതിപ്പോ നമ്മൾ ടെസ്റ്റ് കേസസ് ഒന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് റിസൾട്ട്സിലും എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നമ്മൾ വാലിഡേറ്റ് ചെയ്യും. ടെസ്റ്റ് കേസസ് ഒക്കെ കൊടുത്തിട്ട് വാലിഡേഷൻ കോഡ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെയാണ് API ടെസ്റ്റിംഗ് വാലിഡേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ HTTP ഒരു ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്തു. ഇനി ഒരു ഈ റിക്വസ്റ്റ് ബോഡി എടുത്തേടാ, ഹെഡേഴ്സ് എടുത്തേടാ, ബോഡി എടുത്തേടാ, ഹെഡേഴ്സും പോട്ടെ, അതല്ല റെസ്പോൺസ് ബോഡി. അതിനകത്ത് യൂസർ ID 1 വന്നിട്ടുണ്ട് അല്ലെ. ഈ 2DOS\1 എന്നൊന്ന് അടിച്ചേ ഈ ഗെറ്റിന്റെ അവിടെ URL. എന്നിട്ട് ഇനി ഒന്ന് സെൻഡ് ചെയ്തേ. അപ്പൊ ഒരു സ്പെസിഫിക് ID മാത്രം കിട്ടും. ഓക്കെ, ഇനി ഈ റെസ്പോൺസ് ബോഡി ഒന്ന് പേസ്റ്റ് ചെയ്തേ, കോപ്പി ചെയ്തേ. ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊന്ന് സെൻഡ് കൊടുത്തിട്ട് ഇതൊന്ന് സേവ് ആയിട്ടുണ്ടാവും ഓൾറെഡി. ഈ കളക്ഷന്റെ സൈഡ് ആരോ ഒന്ന് ക്ലിക്ക് ചെയ്തേ, 1 റിക്വസ്റ്റിന്റെ അവിടെ ഈ സൈഡിലെ. ഓക്കെ, ഇനി ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു റിക്വസ്റ്റ് കൊടുത്തേ. മുകളിലെ കളക്ഷന്റെ അവിടുത്തെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് റിക്വസ്റ്റ് കൊടുക്കുക. ഓരോന്നിന്റെ UI വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോ ഓൾറെഡി സേവ് ആയി. ഇനി അല്ലാത്തതാണെങ്കിൽ മുകളിൽ സേവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ റിക്വസ്റ്റ് സേവ് ആവും. പോസ്റ്റ് റിക്വസ്റ്റ് കൊടുക്കുക. പോസ്റ്റ് റിക്വസ്റ്റ് സേവ് ടു കളക്ഷൻ 1 കൊടുക്കുക. ഇതിന്റെ അകത്ത് പോസ്റ്റ് റിക്വസ്റ്റ് എടുക്കുക. അവിടെ ഗെറ്റ് മാറ്റിയിട്ട് പോസ്റ്റ് ആക്കുക. URL പേസ്റ്റ് ചെയ്യുക. URL അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കിയേ. ഇല്ല, URL കൊടുക്കണേക്ക് മുമ്പ് ആ ബോഡി നമ്മൾ കോപ്പി ചെയ്തില്ലായിരുന്നോ, ആ ബോഡി എടുക്കുക. അതില് റോ ഓപ്ഷൻ കണ്ടോ, റോയില് ടെക്സ്റ്റ് മാറ്റിയിട്ട് JSON ആക്കുക. JSON ഫോർമാറ്റിലാണ് നമ്മൾ റിക്വസ്റ്റ് ബോഡിയും റെസ്പോൺസ് ബോഡിയൊക്കെ പാസ് ചെയ്യുന്നത്. JSON നമുക്കിപ്പോ എഴുതാൻ അറിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ റെസ്പോൺസ് ബോഡിന്ന് ഒരു ഡാറ്റ എടുത്തു. എന്നിട്ട് ഇതിനകത്ത് യൂസർ ID ആണ് പ്രൈമറി കീ. പ്രൈമറി കീ നമ്മൾ തരുന്നതല്ല, അവര് തന്നെ ജനറേറ്റ് ചെയ്യുന്നതാ. അപ്പൊ യൂസർ ID അതിൽ നിന്ന് എടുത്ത് മാറ്റാ. എന്നിട്ട് ഈ ടൈറ്റിലും കംപ്ലീറ്റഡും ഇതിലൊക്കെ എന്തെങ്കിലും എഡിറ്റ് ചെയ്തിട്ട് പുതിയൊരു ID ആയിട്ട് കൊടുക്കാൻ വേണ്ടി ID എന്തെങ്കിലും 4 or 5 കൊടുക്കുക. ടൈറ്റില് ചേഞ്ച് ചെയ്യുക. എല്ലാം ചേഞ്ച് ചെയ്തിട്ട് URL കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് സെൻഡ് കൊടുക്കുക. നമുക്ക് റെസ്പോൺസ് ബോഡി വന്നു. ഓക്കെ, ID ആണ് ഇതിന്റെ ഇത്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഈ മറ്റേതില്ലേ യൂസർ ID ആയിരുന്നില്ല പ്രൈമറി കീ എന്ന് തോന്നുന്നു. ID ആയിരുന്നു പ്രൈമറി കീ. ID ഇപ്പൊ നമ്മൾ ആ കൊടുത്ത ID അല്ലല്ലോ വന്നത്. അപ്പൊ യൂസർ ID ഒന്ന് കൊടുത്തേ, ID മാറ്റിയിട്ട്.
ഏതെങ്കിലും ഒരു പ്രൈമറി കീ ഉണ്ടാവും. പോസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രൈമറി കീ കൊടുക്കണം എന്നില്ല. കോമ കൊടുക്കാം. എന്നിട്ട് ID 45 റിമൂവ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടെ സെൻഡ് കൊടുത്തേ. ഓക്കെ. അപ്പൊ ID നമുക്ക് അവർ ജനറേറ്റ് ചെയ്ത് തന്നു. ID നമുക്ക് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് തന്നാണ്. ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് തരുന്ന സാധനം നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഈ ID 201 ഒന്ന് കോപ്പി ചെയ്തിട്ട് ആ ഗെറ്റിൽ ഒന്ന് കൊടുത്തു നോക്കിയേ. ഈ ID വരുന്നുണ്ടോ, ഈ IDയിലുള്ള ഒരു സാധനം വരുന്നുണ്ടോ? യൂസർ ID അല്ല, ID. മുന്നോട്ട് വേണം. പേസ്റ്റ് കോപ്പി ചെയ്യണ്ട. ആ ഗെറ്റില് എടുത്തിട്ട് 1 മാറ്റിയിട്ട് 201 ഒന്ന് കൊടുത്തേ. സെൻഡ് കൊടുത്തേ. ഒന്നും വന്നിട്ടില്ല. 56 ഒന്ന് കൊടുത്തേ. സെൻഡ് കൊടുത്തേ. യൂസർ ID 3, ID 56. ഇതല്ലല്ലോ കൊടുത്തത്. ഇത് ചിലപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു ഡെമോ API ആയതുകൊണ്ട്, ഇതൊരു ഡെമോ API സൈറ്റ് ആയതുകൊണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡാറ്റാബേസിൽ അത് പോണമെന്നില്ല. ഈവൻ ഇപ്പൊ തന്നെ പോണമെന്നില്ല. ഈവൻ ദോ അത് ടെസ്റ്റ് പാസ്സായെങ്കിലും ചിലപ്പോൾ അത് ഇങ്ങനെ കിടക്കും. നമ്മളിപ്പോ സ്വന്തമായിട്ട് ഒരു API ഒക്കെ ആണെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ഡാറ്റാബേസിൽ പോകും. ഇതിപ്പോ നമ്മളൊരു ഡെമോ API സൈറ്റ് അല്ലേ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് അങ്ങനെ പോണമെന്നില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഗെറ്റ് കൊടുത്തപ്പോൾ നമുക്ക് വരാതിരുന്നത്. ചിലപ്പോഴല്ല, അതുകൊണ്ടാണ് വരാതിരുന്നത്. പോസ്റ്റ് കൊടുക്കാൻ പഠിച്ചു, ഗെറ്റ് കൊടുക്കാൻ പഠിച്ചു. ഇനി നമുക്ക് പുട്ട് കൊടുക്കാൻ പഠിക്കാം. പുട്ട് കൊടുക്കാനായിട്ട് പുതിയൊരു റിക്വസ്റ്റ് കൊടുത്തേ. ഈ പോസ്റ്റ് എന്ന് പേര് കൊടുത്തില്ലായിരുന്നോ? പോസ്റ്റ് റിക്വസ്റ്റ് ഒന്ന് കൊടുത്തായിരുന്നു. കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പുട്ട് കൊടുക്കുമ്പോഴും നമ്മള് സെയിം കൊടുക്കണം, സെയിം ഡാറ്റ കൊടുക്കണം. ലൈക്ക് യൂസർ IDയും ടൈറ്റിലും കംപ്ലീറ്റഡും എല്ലാം കൊടുക്കണം. പക്ഷെ ചേഞ്ച് ചെയ്യേണ്ട ഫീൽഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ പോസ്റ്റിന്റെ അകത്ത് നമ്മൾ കൊടുത്ത നമുക്ക് കിട്ടിയ റെസ്പോൺസ് ബോഡി ഇല്ലേ, അതിന്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാം. പുട്ട് കൊടുക്കുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മൊത്തം നമുക്ക് കൊടുക്കാം. പോസ്റ്റ് എടുത്തേടാ. പോസ്റ്റിന് നമ്മൾ കൊടുത്ത ഈ യൂസർ ID 56 ഇല്ലേ, ഈ സംഭവം മൊത്തം ഒന്ന് കോപ്പി ചെയ്യുക. ഇപ്പൊ നമ്മൾ ഈ പാസ് ചെയ്തേക്കുന്നതാണ് റിക്വസ്റ്റ് പേലോഡ്. അത് കോപ്പി ചെയ്തിട്ട് ഈ പുട്ട് എടുക്കുക. പുട്ടിന്റെ അകത്ത് ഇതേപോലെ ബോഡി, റോ, ടെക്സ്റ്റ് മാറ്റിയിട്ട് ജെയ്സൺ, എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ആ കേളി ബ്രേസസ് ഇടാത്തത് കൊണ്ടാണ്. ജെയ്സൺ എപ്പോഴും കേളി ബ്രേസസ് ഇട്ടിട്ട് കേളി ബ്രേസസ് ക്ലോസ് ചെയ്യുക ഡാറ്റ കൊടുത്തു കഴിഞ്ഞിട്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു ഈ ടൈറ്റിൽ ഡിറ്റക്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കൂടെ കൊടുക്കുക. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റയിൽ ചേഞ്ചസ് വരുത്താനാണ് പുട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ 56 കൊടുക്കണേ. അല്ല 56 അല്ലല്ലോ, യൂസർ ID 3 കൊടുക്കുക. 3 ഓൾറെഡി ഉള്ളതല്ലേ, അപ്പൊ യൂസർ ID 3 കൊടുത്തേ. എന്നിട്ടൊന്ന് സെൻഡ് കൊടുത്തേ. അപ്പൊ ഇതില് ചേഞ്ച് വരും. നമ്മള് നേരത്തെ യൂസർ ID 3 എന്തായിരുന്നു വന്നത്? അപ്പൊ അതിൽ ചേഞ്ച് വന്നില്ലേ, നമ്മൾ കൊടുത്ത സ്പെസിഫിക് ചേഞ്ച് വന്നില്ലേ. അപ്പൊ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡാറ്റയിൽ ചേഞ്ച് വരുത്താനാണ് പുട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത HTTP മെത്തേഡ് ഡിലീറ്റ് മെത്തേഡ് ആണ്. ഒരെണ്ണം കൂടി കൊടുത്തേ, ഒരു റിക്വസ്റ്റ് കൂടെ. ഈ മുകളിലുള്ള പ്ലസ് യൂസ് ചെയ്താലും റിക്വസ്റ്റ് കൊടുക്കാൻ തോന്നുന്നു. ഡിലീറ്റ് റിക്വസ്റ്റ് കൊടുത്തോ. ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും വാല്യൂ പാസ് ചെയ്യണോ? ഏതാണ് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കണം. URL ഏതാണ് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി അല്ലേ. അപ്പൊ URL കൊടുക്കുക.
പേസ്റ്റ് ചെയ്യുക, 1 കൊടുക്കുക, 1 3 കൊടുക്കുക. 1 3 ഇപ്പൊ ഉണ്ടെന്ന് അറിയാലോ, സെൻഡ് കൊടുക്കുക. ഇപ്പൊ ഡിലീറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്കൊരു നോ ബോഡി കിട്ടും, അല്ലെങ്കിൽ ഏതാണോ ഡിലീറ്റ് ചെയ്ത ബോഡിയുടെ ഡാറ്റ അത് കാണാൻ പറ്റും. ഇത്ര HTTP മെത്തേഡ്സ് ആണുള്ളത്. ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. എന്നിട്ട് നാളെ നമുക്ക് ഒരു ഡെമോ API ഉണ്ടാക്കാം നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ. എന്നിട്ട് HTTP മെത്തേഡ്സ് ചെയ്ത് നോക്കാം. അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഈ ഡ്യൂറേഷനിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ്. ഇതിപ്പോ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയോ? വീഡിയോസ് ഞാൻ ഇടാം, അത് കണ്ടിട്ട് ഇത് ചെയ്ത് നോക്കുക. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഗെറ്റും പോസ്റ്റും പുട്ടും ഡിലീറ്റിലും? ഉണ്ടോ? ഇല്ല. നോക്കിയിട്ട് പറയാൻ എന്തെങ്കിലും. എന്തായിരുന്നു? അല്ല, ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ പറഞ്ഞാൽ മതി, നമുക്ക് ശരിയാക്കാം. അപ്പൊ ഓക്കെ, ശരി ഗൈസ്, ബൈ, താങ്ക് യു. ഇത് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ.
ഓക്കെ. സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ അയ്യോ